ഗുഡ് ഈവനിങ് ടു ഓൾ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? നമ്മൾ കുറച്ചായിട്ട് വീക്കിലി ഒരു ഡേ നമ്മുടെ ഓരോ ചെറിയ ചെറിയ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ടോപ്പിക്കുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളായില്ലേ. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഈ വീക്കില് എടുത്തിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിനിക്സ് മെത്തേഡ് ഫോർ സക്സസ് എന്നുള്ളതാണ്. സക്സസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഈ ഫിനിക്സ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു മനുഷ്യന്റെയും ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവും ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, സക്സസ് ആവുക എന്നുള്ളത്. അവരുടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ഏരിയയിലായിരിക്കും സക്സസ് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാലും നമ്മുടെ ലൈഫ് ലോങ് സക്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ. ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന്റെ സക്സസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഈ സക്സസ് എന്ന് പറഞ്ഞാല് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഇല്ല അല്ലെ. വിജയിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഓരോ ദിവസങ്ങളും നമുക്ക് ഓരോ എന്താ സക്സസ് ആവാൻ വേണ്ടിയുള്ള പ്ലാൻസ് റെഡിയാക്കും. അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്കും ഇതുപോലെ ആകണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇനി അതല്ല, എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ വിചാരിക്കും എന്തായാലും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, എനിക്കും ഇതേപോലെ സക്സസ് ആവണം. പക്ഷെ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പകുതി വഴിയിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെ. പഠനങ്ങൾ പറയുന്നത് പ്രകാരം 92% ആളുകളും സക്സസിന് വേണ്ടിയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി 3 മാസങ്ങൾക്കുള്ളിൽ ബ്രേക്ക്ഔട്ട് ആവുന്നുണ്ട്. അവര് ക്വിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്നും. അത് പല കാരണങ്ങൾ കൊണ്ട് ക്വിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഒന്ന് ചിലപ്പം അവരുടെ ഏരിയ അതല്ലാതിരിക്കാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ ആ സമയങ്ങൾ കൊണ്ട് എത്താതിരിക്കാം. എന്തായാലും 92% ആളുകളും 3 മാസങ്ങൾക്കുള്ളിലായിട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്താ ഒരു അമൂല്യമായ വസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ സമയത്തിന് വാല്യൂ ഉണ്ട്. ഓരോ സമയങ്ങളും ഈ ഒരു 3 മാസത്തെ നമ്മൾ ഒരു റിസൾട്ട് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു 3 മന്ത് എന്തായിട്ടുണ്ടാവും? വേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വീണ്ടും പുതിയൊരു കാര്യം തുടങ്ങാൻ ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള പല റിസർച്ചുകളും നടക്കുകയും അതിൽ നിന്നൊക്കെ വിജയിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണുന്ന പറയുമ്പോൾ അവർ ഒരുപാട്, അത് നമ്മൾ ഒരു റോൾ മോഡൽ ആക്കണം എന്ന് പറയുന്നത് ഒരുപാട് പരാജയങ്ങളിൽ നിന്നും അവര് വിജയത്തിലേക്ക് എത്തിയ കാര്യങ്ങൾ അവരവിടെ പറയുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ സക്സസ് ആയിട്ടുള്ള ആളുകളെ ലൈഫ് സ്റ്റൈലും അവരുടെ ലൈഫും നമ്മൾ വാച്ച് ചെയ്യുന്നതും അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും. അതേപോലെ ഒരു മെത്തേഡാണ് ഫിനിക്സ് മെത്തേഡ്. നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ നമുക്ക് വിജയിക്കണമെങ്കിൽ കൺസിസ്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ എന്തോ എത്രയോ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അബ്സല്യൂട്ട്ലി അത് റോങ് ആണ്. നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ഉണ്ടാവും. നമ്മുടെ ആ ഒരു നേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സമയത്താണ് നമുക്ക് അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതും എഫേർട്ട് ആയിട്ട് മാറുന്നതും. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഹ്യൂമൻ നേച്ചറുമായി വർക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സക്സസിൽ എത്താൻ കഴിയും. അങ്ങനെ നമുക്ക് സക്സസിൽ എത്താൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഫിനിക്സ് മെത്തേഡ്. അപ്പം ഫിനിക്സ് മെത്തേഡിന്
The discipline trap. ആ ഡിസിപ്ലിൻ ട്രാപ്പ്, പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക്. ഹലോ, എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അപ്പൊ നമ്മള് സക്സസിന് വേണ്ടിയിട്ട് ഒരു ഡിസിപ്ലിൻ ട്രാപ്പ് തയ്യാറാക്കുന്നതാണ് ഫിനിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഫിനിക്സ് മെത്തേഡിൽ 4 വേസ് ആണുള്ളത്. 1 ആഷസ്, 2 സ്പാർക്ക്, 3 ഫ്ലെയിം, 4 ഫ്ലൈറ്റ്. ഈ 4 മെത്തേഡ്, ആഷസ് എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് ദ ഒബ്സ്റ്റക്കിൾസ്, സ്പാർക്ക് ക്രിയേറ്റിംഗ് ദ റൈറ്റ് കണ്ടീഷൻ, ഫ്ലെയിം ബിൽഡിംഗ് സസ്റ്റൈനബിൾ മൊമെന്റം, ഫ്ലൈറ്റ് അച്ചീവിങ് എഫേർട്ട്ലെസ് കൺസിസ്റ്റൻസി. ഈ ഒരു വേയിലേക്ക് എത്തിയാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് നമുക്ക് ഒരു എഫേർട്ട് ഇല്ലാതെ നമ്മുടെ സക്സസിലേക്കാണെങ്കിലും എത്താൻ കഴിയും എന്നാണ് ഫിനിക്സ് മെത്തേഡ് കൂടെ പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ആഷസ് ആണ്. എന്താണ് ഈ ആഷസ്? ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാമിന്റെ വീഡിയോ ഓഫ് ആണോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാണുന്നില്ല. ഇപ്പൊ ജസ്റ്റ് കണ്ടുപോയി, കണ്ടിരുന്നു, പോയി. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ഈ ഫിനിക്സ് മെത്തേഡിലുള്ള 4 വേസിനെ കുറിച്ചാണ്. 1 ആഷസ്, സ്പാർക്ക്, ഫ്ലെയിം, ഫ്ലൈറ്റ്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ആഷസ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരമാണ് അല്ലെ? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ചാരമാണ് ആഷ് എന്ന് പറഞ്ഞാൽ. ഈ ഫിനിക്സ് പക്ഷിന്റെ പ്രത്യേകത എന്താണ്? ഫിനിക്സ് എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. അത് കത്തിച്ചാമ്പലായി കിടന്നാലും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് വിജയം കൈവരിക്കുന്ന ഒരു ഹിസ്റ്ററി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അപ്പം ഈ ആഷ് എന്ന് പറയുന്ന സാധനം വേണം ഫിനിക്സ് പക്ഷിക്ക് പറക്കണമെങ്കിൽ. കത്തിച്ചാമ്പലാവുന്ന സമയത്താണ് അത് വീണ്ടും പറന്നു വരുന്നത്. അതേപോലെ തന്നെ നമുക്കും സക്സസിലേക്ക് എത്തണമെങ്കിൽ ഫിനിക്സ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആഷസ് ആദ്യം വേണം. എന്താണ് ഈ ആഷസ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മള് ഒരുപാട് ഒരു പുതിയൊരു ഹാബിറ്റ് നമ്മൾ ഫോർമേറ്റ് ചെയ്യണം, നമുക്ക് ഒരു ഹാബിറ്റ് തുടങ്ങണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പുതിയ എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കണം, ഞാൻ അങ്ങനെ വിചാരിച്ചു. ഒരു ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യണം. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്, എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കണം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഹാബിറ്റ് ആണ് എനിക്ക് ഫോർമാറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടെത്തണം അല്ലെ? അപ്പം അതിനുള്ള കാര്യമാണ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് അവിടെ ഫ്രിക്ഷൻ ഓഡിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ആ ഒരു തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ എനിക്ക് മതിയായ ഉറക്കം കിട്ടണം. അപ്പം ഉറക്കം കിട്ടാതെ ഞാൻ ഒരു 12 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് എന്റെ എനർജി ലോസ് ആയിരിക്കും അല്ലെ? അപ്പൊ എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കാനുള്ള തടസ്സങ്ങൾ ഒന്ന് വരുന്നത് എന്റെ ഉറക്കം മതിയാവുന്ന ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബെഡ് ടൈം കുറച്ചും കൂടെ, ഞാൻ 12 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ അതൊരു 10 മണിയൊക്കെ മാറ്റുകയാണെങ്കിൽ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റും. അതേപോലെ അതിനുള്ള എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതൊന്ന് ഓഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതുക. ആ കാര്യങ്ങൾ, തടസ്സങ്ങൾ നമ്മൾ മാറ്റിയിട്ട ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം രണ്ടാമത് വരുന്നത് സ്പാർക്കാണ്. അപ്പൊ നമ്മളെ ആദ്യം തന്നെ നമുക്ക് ഹാബിറ്റ് ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി അതെന്തൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് മനസ്സിലാക്കിയ ശേഷം രണ്ടാമത്തെ കാര്യം വരുന്നത് സ്പാർക്കാണ്. വലിയൊരു ചേഞ്ചസിന് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിന് പ്രയാസമായിരിക്കും.
നമ്മളിപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6 മണിക്ക് അല്ലെ 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്റെ ബ്രെയിൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 8 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം 7 ആക്കണം, 6, 5, 4 അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ബ്രെയിന് ചെറിയ ചെറിയ പെട്ടെന്ന് വരുന്ന ഒരു തടസ്സങ്ങൾ ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. ബ്രെയിനിൽ ആ ന്യൂറോ പാത്വേസ് ഒക്കെ ക്രിയേറ്റ് ആയി കിടക്കുന്ന അത് നമ്മൾ പുതിയ ന്യൂറോ പാത്വേ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടത്. അതിന് 3 മാർഗങ്ങളാണ് ഇതിൽ പറയുന്നത്. സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള 3 മാർഗങ്ങൾ. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് 2 മിനിറ്റ് 2 മിനിറ്റ് റൂള്. 2 മിനിറ്റ് റൂൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, സ്പാർക്കിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 മിനിറ്റ് റൂൾ ആണ്. 2 മിനിറ്റ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, ഹലോ മാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ബ്രെയിന് കൊടുക്കാതെ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റും. അപ്പൊ ഞാനൊരു ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വായിക്കുന്ന ശീലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ 1, 2, 3 ദിവസം കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? ഒരു ദിവസം ഒരു പേജ്, രണ്ടാമത്തെ ദിവസം ഒരു പേജ് തന്നെ, മൂന്നാമത്തെ ദിവസം എനിക്ക് അത് ഒന്നുകൂടെ 2 ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റാം. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോ എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ആഗ്രഹിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കുക അത് ഒരു 2 മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു 10 പുഷപ്പ് എടുക്കും. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ അരമണിക്കൂർ എക്സസൈസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച എനിക്ക് ഈ 10 പുഷപ്പ് എടുക്കുക എന്ന് പറയുന്നത് 10 മിനിറ്റ് ആയിരിക്കും. അപ്പം അതൊരു 2 മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ 10 മിനിറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 മിനിറ്റിലേക്ക് നമ്മൾ കുറച്ച് വെക്കാം. പിന്നെ രണ്ടാമത് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ ആണ്. അത് എന്താന്ന് വെച്ചാല് എക്സസൈസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഞാൻ 2 മിനിറ്റിലേക്കുള്ള ചുരുക്കുന്നത് ആദ്യം ചെയ്തു. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് എന്ത് കാര്യമാണോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. എക്സസൈസ് ചെയ്യും എന്നുള്ളത് എന്ത് എന്നില്ല. ഇപ്പൊ ഞാൻ സ്പെസിഫിക് ആയിട്ട് 10 പുഷപ്പ് എടുക്കുന്നതാണെങ്കിൽ എന്റെ റൂമിൽ തന്നെ ഞാൻ നാളെ രാവിലെ 10 പുഷപ്പ് എടുക്കുന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാം. ഇതിനൊരു ഫോർമുല പറയുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? സ്ക്രീൻ ഷെയറിംഗിൽ എന്തൊരു പ്രശ്നം വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അത് കൂട്ടിയെടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ 1 to 2 മിനിറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് പറയാം. മൂന്നാമത്തെ കാര്യം ദ മിനിമം വൈബൽ ഹാബിറ്റ്. അപ്പൊ ഈ ഒരു ഹാബിറ്റ് ഞാൻ എന്ത് ചെയ്തു? 2 മിനിറ്റിലേക്ക് ആദ്യം ചുരുക്കി ചെയ്തു. എന്താ ചെയ്യുന്നത് കൃത്യമായിട്ടും പറഞ്ഞു. പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ എടുക്കുന്നതിന് പകരം കുറഞ്ഞൊരു സമയത്തേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ചുരുക്കിയിട്ടും ചെയ്യാം. അപ്പൊ ഈ ചുരുക്കി ഞാൻ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അതെനിക്ക് ഒരു അരമണിക്കൂർ ഞാൻ ഡെയിലി ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം 10 മിനിറ്റ് ചെയ്താലും ഫസ്റ്റിൽ എന്റെ ബ്രെയിൻ അത് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത് ബ്രെയിന് ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ച സമയത്തേക്ക് എത്താനും എനിക്ക് പറ്റും. ഇനി മൂന്നാമത് പറയുന്ന കാര്യം ഫ്ലെയിം ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ആഷസ്, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി. രണ്ടാമത് സ്പാർക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ളതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു കൊടുത്തു. ഇനി ഫ്ലെയിം ആണ്. ഈ സ്പാർക്കിൽ നിന്നും നമ്മൾ ആ ഒരു ലൈറ്റിലേക്ക് എത്തണം. സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ബിൽഡ് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലെ? ഇവിടെ നമ്മൾ ഒരു മൊമെന്റോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമുക്ക് വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യണം. എത്ര എന്താ ഒരു ഹാബിറ്റോ ഫോർമാറ്റ് ചെയ്ത് വന്നാലും പല ചലഞ്ചസും നമുക്ക് വരും. ആ ചലഞ്ചസിനെ നമ്മൾ ഓവർകം ചെയ്യാം.
അതിനിവിടെ 4 റൂൾസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് നെവർ മിസ് ചോയ്സ് റൂൾ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് 2 പ്രാവശ്യം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ഡെയിലി 2 പ്രാവശ്യം അടുപ്പിച്ച് നമ്മൾ അത് ഒഴിവാക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ എക്സസൈസ് ചെയ്തു, മൺഡേ സ്റ്റാർട്ട് ചെയ്തു, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ആയ സമയത്ത് എനിക്കൊരു പ്രശ്നം വന്നു. അപ്പൊ തേഴ്സ്ഡേ ഞാൻ ഒഴിവാക്കി. നെക്സ്റ്റ് ഫ്രൈഡേ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? അതൊരിക്കലും 2 ദിവസം അടുപ്പിച്ച് ഞാൻ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ ഒരു ദിവസം ലീവായി കഴിഞ്ഞാലും അടുത്ത ദിവസം ഇന്ന കാരണം എന്നുള്ള റിയലൈസ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് മാറ്റണം. പിന്നെ രണ്ടാമത് പറയുന്നത് പ്രോഗ്രസ് ട്രാക്കിംഗ് ദാറ്റ് ആക്ച്വലി വർക്ക്. നമ്മള് ഒരു കാര്യം ഉദ്ദേശിച്ചു, ഞാൻ ഇപ്പൊ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാനൊരു 80 kg ഉണ്ടെങ്കിൽ എനിക്കത് 70 kg ആക്കണം. അപ്പോൾ ഒരു 10 kg എനിക്ക് ലോസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു മാസോ 2 മാസോ എക്സസൈസ് തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുണ്ടാവില്ല, ആ ഒരു 10 kgയിലേക്ക് എത്താൻ പറ്റൂല. പക്ഷെ ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. നമ്മൾ അതേപോലെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തിന് റിസൾട്ട് വരില്ല. റിസൾട്ട് ചിലപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ കാണാൻ പറ്റില്ല, എന്നാൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രസ് ആണ്. ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന രീതിയിൽ നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒക്കെ നമ്മൾ ട്രാക്ക് ചെയ്യാം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഇതാണ്. പിന്നത്തെ എനർജി മാനേജ്മെന്റ് സിസ്റ്റം. നമുക്ക് 2 തരത്തിലുള്ള എനർജി ഉണ്ട്. ഒന്ന് എനർജി മാനേജ്മെന്റും ഉണ്ട്, സോറി കേട്ടോ, ചെറിയൊരു ചുമ വന്നതാണ്. അപ്പം നമ്മൾ ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എനർജി മാനേജ്മെന്റ് ആണ്. നമ്മളെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് ടൈം മാനേജ്മെന്റ് മാത്രമല്ല, എനർജി മാനേജ്മെന്റും കൂടാണ്. നമുക്ക് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി ആയിട്ടുള്ള 4 തരം എനർജികളും നമുക്കുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ചില ആളുകൾക്ക് രാത്രി ആയിരിക്കാം, ചില ആളുകൾക്ക് രാവിലെ ആയിരിക്കും, കൂടുതൽ ആളുകൾക്കും അത് രാവിലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും എനർജി കൂടി നിൽക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാം. പിന്നെ ഫോർത്ത് ആയിട്ട് വരുന്നത് ഡിഫിക്കൽട്ടി പ്രോഗ്രസ്. അതെന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായ കാര്യങ്ങള് പിന്നെ പിന്നെ കുറച്ച് സമയം, ഞാനിപ്പം എക്സസൈസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യ ദിവസം ഞാൻ 5 മിനിറ്റ് ചെയ്തു, അപ്പൊ എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ ഞാൻ ഒരു വീക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ വീക്കിൽ ഞാനത് 10 മിനിറ്റ് ആക്കി, പിന്നെ 15 മിനിറ്റ് ആക്കി. അങ്ങനെ നമുക്കുള്ള ടഫ്നെസ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഫ്ലെയിമിൽ നമ്മൾ ചെയ്യേണ്ടത് ടഫ്നെസ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്ലൈറ്റ് ആണ്. ശരിക്കും ഒരു മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. കാരണം ഇവിടെ നമുക്ക് ഡിസിപ്ലിൻ മെത്തേഡ് നമ്മള് ഒരു ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യുന്ന ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെയാണ് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുക. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, നാച്ചുറലി നമ്മളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഡിസിപ്ലിൻ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എത്തണ്ടേ. ഈ ഫ്ലൈറ്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും, ഒരു ഫ്രീ ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ ഡിസിപ്ലിനെ മാനേജ് ചെയ്യാനുള്ള 3 വേസും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഐഡന്റിഫൈ ബേസ്ഡ് ഹാബിറ്റ്. ഫ്ലൈറ്റിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ, കാരണം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി ഒരു എഫേർട്ട്ലെസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങള്, ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഹാബിറ്റ് നമ്മളിൽ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈസി ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഫ്ലൈറ്റിൽ നമുക്ക് നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു
സമയത്തി കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബേസ്ഡ് ഹാബിറ്റ്. നമ്മൾ ഇവിടെ അച്ചീവ് ചെയ്യുന്ന കാര്യത്തെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. എനിക്ക് എന്തിനാണോ റിസൾട്ട് കിട്ടേണ്ടത് അതില്ല, അതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റാം. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ 10 kg വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ലോസ് എന്ന ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം അല്ലേ? അപ്പൊ ഞാൻ ഈ ഹാബിറ്റ് എന്തൊക്കെ ഇപ്പൊ എനിക്കുള്ള ബാഡ് ഹാബിറ്റ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ഒരു അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ഹാബിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാം. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിലേക്ക് എത്തുന്നതിന് പകരം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങള് നമ്മൾ ഫോക്കസ് ചെയ്യാം. പിന്നെ അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മളെ ബ്രെയിനിലേക്ക് കൊടുക്കാതെ എനിക്ക് വെയിറ്റ് ലോസ് ആണ് ചെയ്യേണ്ടതെങ്കിലും വെയിറ്റ് ലോസ് എന്ന് ഞാൻ ചിന്തിക്കാതെ എന്റെ ബോഡീനെ ഞാൻ നന്നായി കെയർ ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് എന്റെ ബോഡിക്ക് എന്റെ മൈൻഡിന് ഞാൻ കൊടുക്കാം. രണ്ടാമത് ചെയ്യേണ്ടത് ഇത് കോമ്പൗണ്ട് എഫക്റ്റ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനോട് ചേർത്ത് മറ്റൊരു ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി നമ്മൾ ഒരു പേജ് ബുക്ക് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങുന്നതും അതിന് വലിയ റിസൾട്ട്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു പേജ് ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ, റീഡിങ് ഹാബിറ്റിൽ ഒരു പേജ് ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഇയർ നോക്കുന്ന സമയത്ത് 365 പേജ് ഞാൻ വായിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങള്, ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം എഫേർട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. കോമ്പൗണ്ട് എഫക്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കുള്ള ഇയർലി ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ആ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോവാം. നെക്സ്റ്റ് വരുന്നത് ദ ഹാബിറ്റ് സ്റ്റാക്ക് ആണ്. ഒരു ഹാബിറ്റ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ നേരത്തെ വെയിറ്റ് ലോസ് പറഞ്ഞു, എക്സസൈസ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് അതിനോട് കൂടെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് കൺട്രോളും പറ്റും. ഫസ്റ്റിൽ തന്നെ ഞാൻ നാളെ മുതൽ എനിക്ക് വെയിറ്റ് ലോസ് വേണം, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് വേണം, 2 മാസം കൊണ്ട് വേണം എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയാൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്റെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യൂല. ഒരിക്കലും എനിക്കത് ഒരു 3 മാസത്തിൽ കൂടുതൽ, ഒരു 3 മാസം ഒന്നും ഉണ്ടാവില്ല, ഒരു മാസത്തിൽ കൂടുതൽ തന്നെ കൊണ്ടുപോകാൻ പറ്റൂല. കാരണം എക്സസൈസും ഫുഡ് കൺട്രോളും എല്ലാം കൂടെ വരുന്ന സമയത്ത് എന്തായിരിക്കും? ബോഡിയും മൈൻഡും ഒക്കെ വീക്കായി മാറും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിങ്ങനെ പോകുന്നു. ഗ്രാജുവലി ഞാനത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം ഒരു ഒരു എക്സസൈസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിലി ഹാബിറ്റ് പോലെ ആയി കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം ഫുഡ് കൺട്രോൾ ചെയ്യാൻ, ഹെൽത്തി ഫുഡിലേക്ക് ഞാൻ മാറാനും വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതെന്നില് ഓക്കെ ആയി മാറിയിട്ടുണ്ടാവും. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്നും കൂടെ നമുക്ക് ടോട്ടലി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് പറയാം. നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് ആയിട്ട് ആഷസിൽ നമ്മൾ പറഞ്ഞ റിമൂവ് ഒബ്സ്റ്റാക്കിൾസ് ത്രൂ ഫ്രിക്ഷൻ, ഓഡിറ്റ് ആൻഡ് എൻവയോൺമെന്റൽ ഡിസൈൻ. നമ്മളിലുള്ള എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണോ ഒരു ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? റിമൂവ് ആക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ചാരം ആയി മാറുന്ന സമയത്ത് ആണ് നമുക്ക് വീണ്ടും പറന്നു വരാൻ കഴിയുക. അപ്പൊ നമ്മളെല്ലാം എല്ലാ ഇമ്പ്യൂരിറ്റീസും റിമൂവ് ചെയ്ത ശേഷം നമ്മളിലേക്ക് എന്ത് ചെയ്യണം? സ്പാർക്ക് കൊടുക്കണം. ഈ സ്പാർക്കിൽ നമ്മൾ 3 വേസ് ഉപയോഗിക്കുന്നുണ്ട്. 1 to 2 മിനിറ്റ് റൂള്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും കൂടുതലായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇംപ്ലിമെന്റേഷൻ
ഇന്റൻഷൻ എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ദ മിനിമം വൈബൽ ഹാബിറ്റ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞത്. അപ്പം ഈ സ്പാർക്കിൽ 3 വേസ് ആണ്. മിനിമം വൈബൽ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യ ആഴ്ചകളിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 പുഷപ്പ് നമുക്ക് പറ്റാതെ എത്രയും സമയമുള്ളത് അത് മിസ്സായി പോവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ആ ഒരു വേസ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളിൽ വരുന്നത് ഫ്ലെയിം ആണ്. ഈ സ്പാർക്ക് കിട്ടി നമ്മൾ ഫ്രീ ആയി, ഇപ്പൊ നമ്മളിലേക്ക് ഒരു ഫ്ലെയിം, ഒരു വെളിച്ചം, ഒരു ലൈറ്റ് നമ്മളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഇപ്പൊ നമ്മൾ ഒരു വേയിലേക്ക് കയറി വരുന്ന സമയത്ത് നെവർ മിസ് ടോയ്സ് റൂൾ. ഈ ടോയ്സ് റൂള് നമ്മൾ ഒരിക്കലും 2 ദിവസം അടുപ്പിച്ച് ഒരിക്കലും ഒരു ഹാബിറ്റ് നമ്മൾ ഒരു കാര്യം ഡിസിപ്ലിനായി നമ്മൾ ചെയ്ത് തുടങ്ങിയ ആ കാര്യം നമ്മൾ നിർത്തരുത്. പിന്നെ അതിന്റെ പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്യണം. ആ ട്രാക്കില് ആക്ച്വലി ഓരോ ദിവസങ്ങളിലെയും വർക്ക് നമ്മൾ പ്രോഗ്രസ് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനർജി മാനേജ്മെന്റ് സിസ്റ്റം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എനർജി കിട്ടുന്ന സമയങ്ങളിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാം. 4ാമത് വരുന്നത് ഡിഫിക്കൽട്ടി പ്രോഗ്രഷൻ ആണ്. അവിടെ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ആദ്യം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഈസി ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാജുവലി ആ ഡിഫിക്കൽട്ടീസ് കൂട്ടി വരിക. കാരണം 5 മിനിറ്റ് ഉള്ളത് 10 മിനിറ്റ് ആക്കി, 15 മിനിറ്റ് ആക്കി, 30 മിനിറ്റ് ആക്കി, അങ്ങനെ ഓരോ വീക്കിലും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. 4ാമത്തെ സ്റ്റേജ് ആണ് ഫിനിക്സ് മെത്തേഡിലെ 4ാമത്തെ സ്റ്റേജ് ആണ് ഫ്ലൈറ്റ്. ഇവിടെയാണ് നമുക്ക് മാജിക്കൽ റിസൾട്ട് കാണുന്നത്. ഒരു റിസൾട്ട് വരുന്ന ഏരിയ കൂടിയാണ് ഇവിടെ. അപ്പം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കേണ്ടതല്ല. നമ്മൾ ഈ റിസൾട്ടിന്റെ അടുത്തെത്തി കഴിയുമ്പോൾ നമ്മൾ ഏത് സമയവും നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് ബേസ്ഡ് ഹാബിറ്റ്. നമ്മളെ ഐഡന്റിഫൈ ദ ബേസ്ഡ് ഹാബിറ്റ്. നമുക്ക് എന്താണ് ഒരു ഹാബിറ്റ് ആയിട്ട്, റിസൾട്ട് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിന് വേണ്ട ഹാബിറ്റ്സുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് നമ്മളിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ദ കോമ്പൗണ്ട് എഫക്റ്റ്. കോമ്പൗണ്ട് എഫക്റ്റിൽ ചെറിയ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ബിഗ് റിസൾട്ട് കിട്ടുന്ന ഏരിയയിലേക്ക് എത്തിക്കാം. 3ാമത്തത് ഹാബിറ്റ് സ്റ്റാക്ക്. നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തു വരുന്ന ഒരു ഹാബിറ്റിനോട് കൂടെ അടുത്ത ഹാബിറ്റും, ഒരു പെബിൾസ് ഇങ്ങനെ അട്ടി വെച്ച് അതിന്റെ മേലേക്ക് മറ്റൊന്ന് വെക്കുന്ന അതേ രീതിയിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പടുത്തുയർത്തി കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു എഫേർട്ട് ഇല്ലാതെ ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്ത് പുതിയ ന്യൂറൽ പാത്വേ നമ്മൾ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഒരു ഹാബിറ്റ് ആണെങ്കിലും ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മുടെ സക്സസിലേക്ക് എത്താനും പറ്റും. അപ്പം നമ്മൾ ഒരു കാര്യം മറക്കരുത്, എവരി എക്സ്പേർട്ട് വാസ് വൺസ് എ ബിഗിനർ. എല്ലാവരും എക്സ്പേർട്ട് ആയിട്ടുള്ള എല്ലാ ആളുകളും ആദ്യം ഒരു തുടക്കക്കാർ തന്നെയായിരുന്നു. അതുകൊണ്ട് സ്ലോലി നമ്മുടെ എന്താണ് പറയേണ്ടത്, സക്സസിലേക്കുള്ള വഴികൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. താങ്ക് യു ടു ഓൾ. എന്നെ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. അപ്പൊ നമുക്ക് ഡിസ്കഷൻ സമയമുണ്ടോ? ഉണ്ടെങ്കിൽ സമയം കുറവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച. ഷബാന മ്യൂട്ടാണ്. ഷബാന മാം ഓക്കെ ആണോ? നിങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാം. നിങ്ങൾക്ക് സംശയങ്ങളില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് ഇപ്പം വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ് ഓൾ.